ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നീട് കുറച്ച് പെരിഞ്ജീരകം ഇടുന്നു. ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണം. ഒന്ന് വാടി വരണം. നന്നായി വാടി മണം വരുമ്പോൾ നല്ല മണം വരും. നല്ല മണമായിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വേപ്പില, ഇതിലേക്ക് സബോള, ഒരു 3 സബോള ഇടത്തരം വലിപ്പമുള്ളത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് വഴന്ന് വരണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ആവണം. സവോള ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി തക്കാളി ഇടാം. 2 തക്കാളി മിക്സിയിൽ അടിച്ചതാണ്. ഏകദേശം തക്കാളി പാകമായിട്ടുണ്ട്. ഇനി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, ഞാൻ ഇവിടെ തയ്യാറാക്കിയതാണ്. അതിൻ്റെ വീഡിയോ വേറെ ഇടാം. പിന്നീട് ഒരു വീഡിയോ ഇടാം. ഇതെല്ലാം കൂടി മൂപ്പിക്കണം. പാകത്തിന് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഇന്നലെ വാങ്ങിയതാണ്. മല്ലി പുതിന ഇല കവറിലിട്ടിട്ട് സൂക്ഷിച്ച് ടൈറ്റായി കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതും കേടുകൂടാതിരിക്കും. ഇന്നലെ ഞാൻ വേപ്പിലയുടെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇത് കഴുകി വെള്ളം നന്നായി കുടഞ്ഞിട്ട് കുറച്ച് വലിയ കവറിൽ ഒന്ന് ലൂസായിട്ട് വേണം. മറ്റുള്ള സാധനങ്ങളൊന്നും ഇതിന് മേലെ കയറി കിടക്കാൻ പാടില്ല. അപ്പോൾ അത് ചീഞ്ഞു പോകും. ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ആവശ്യം പോലെ നമ്മൾ വാങ്ങിയ സാധനം തീരുന്നവരെ ഉപയോഗിക്കാൻ പറ്റും.
അതാ മസാല റെഡി ആയിട്ടുണ്ട്. മസാല പാകമായിട്ടുണ്ട്. ഇനി ചിക്കൻ ഞാൻ സമയം വൈകിയതുകൊണ്ട് ചിക്കൻ വേറെ വേവിച്ചു. കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചു. അതല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത കുറച്ച് തൈരിലിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും, സോഫ്റ്റായിട്ട്. അതുപോലെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ കുക്കറിലിട്ടു പെട്ടെന്നാവാൻ. ഇനി ഇത് മസാലയിൽ ചേർത്തിട്ട് പാകാക്കിയെടുക്കാം. ഈ വെള്ളം കുറച്ചൊഴിക്കാം. കുറച്ച് വെള്ളം വേറെ തിളപ്പിച്ച് വയ്ക്കണം. ആവശ്യത്തിന് മെല്ലെ മെല്ലെ ഒഴിച്ച് വെള്ളം പാകാക്കി എടുക്കണം. വെള്ളം ആവശ്യം പോലെ ഒഴിച്ചിട്ട് പാകാക്കിയിട്ട് വേവിച്ചെടുക്കണം പാകത്തിന്. ചിക്കൻ വെന്ത് പാകമായിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മല്ലിയില, വേപ്പില, പുതിന ഒക്കെ തൂവി വയ്ക്കാം. ഒരു കിലോ തൂക്കത്തിനുള്ള മല്ലിയും മുളകും, അതുപോലെ 3 സബോള, ഒരു 3 തക്കാളി. ഈ അളവൊക്കെ പറഞ്ഞത് 1 കിലോയ്ക്കുള്ളതാണ്. ഇത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.